ഒടുവിൽ പ്രതീഷ് കുരുക്കും മുറുക്കുന്നു. അതെ, നമ്മുടെ സ്വരമോൾക്ക് വേണ്ടിയുള്ള കടുത്ത യുദ്ധം തന്നെയാണ് ഇനി നടക്കുവാൻ പോകുന്നത്. നമ്മുടെ അനന്യ കരഞ്ഞുകൊണ്ട് അനിരുദ്ധിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, മകളെ നമുക്ക് വിട്ടുകൊടുക്കേണ്ടി വരുമോ എന്ന്. അപ്പം അനിരുദ്ധ് പറയുന്നുണ്ട്, ഒരു പരിധി വിട്ട് കഴിയുമ്പോൾ അവൻ്റെ ആ ഒരു സ്വന്തം കുഞ്ഞ് തന്നെ അന്യനായി കാണുന്നത് സഹിക്കാനാവാതെ അവൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത്. അതിലും ഭേദം കുഞ്ഞിന് ഇപ്പോൾ തന്നെ തിരികെ കൊടുക്കുന്നതാണെന്നൊക്കെ നമ്മുടെ അനിരുദ്ധ് പറയുന്നുണ്ട്. അപ്പോൾ ഇത് സഹിക്കാനാവാതെ അനന്യ പൊട്ടി കരയുന്ന ദൃശ്യങ്ങളാട്ടോ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. പിന്നീട് നമ്മുടെ പൂജയ്ക്ക് ആ ഒരു എന്താ പറയുക, സുമിത്ര കണക്കിന് കൊടുക്കുന്നുണ്ട് ഇത്ര നാളും രഞ്ജിതയുടെ കൂടെ നിന്ന് തന്നെ ചതിച്ചതിനെല്ലാമായിട്ട്. അപ്പം എന്നിട്ട് നമ്മുടെ പൂജയുടെ അടുത്ത് ഇങ്ങനെ സുമിത്ര വെല്ലുവിളിക്കുന്നുണ്ട്, നീ രഞ്ജിതയുടെ അടുത്ത് ഇനി കാണുമ്പോൾ പറഞ്ഞേക്കും, അങ്ങനെ എൻ്റെ മോനെ വെച്ചിട്ട് എന്നോട് പകരം വീട്ടാൻ നമുക്ക് സാധിക്കില്ല. എൻ്റെ മോൻ എവിടം വരെ പോകുമെന്ന് എനിക്കറിയാം, നീ ഒന്ന് ഇനി കാണുമ്പോൾ പറഞ്ഞേക്കെന്നും പറഞ്ഞിട്ട് നമ്മുടെ സുമിത്ര ഭയങ്കര ദേഷ്യത്തിൽ നമ്മുടെ പൂജയോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൂജ ഇതൊക്കെ കേട്ട് ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അവസാനം നമ്മുടെ സുമിത്ര ആ ഒരു തീരുമാനം എടുക്കുകയാണ്. നമ്മുടെ അനിരുദ്ധിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് രഞ്ജിതയെ കാണണം, എനിക്ക് ഒറ്റയ്ക്ക് കാണണം, അവളെ പറയാനുള്ളത് കുറേയൊക്കെ പറയാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ അനിരുദ്ധ് പറയുന്നുണ്ട്, ഞാനും കൂടി വരാം അമ്മയുടെ കൂടെയെന്നും. അപ്പൊ സുമിത്ര പറയുന്നുണ്ട്, എൻ്റെ കൂടെ ഇനി ആരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് മതി അവളെ നേരിടാൻ എന്നും പറഞ്ഞ ഒരു കട്ട കലിപ്പോടെ നമ്മുടെ സുമിത്ര രഞ്ജിതയുടെ അടുക്കലേക്ക് പോകുന്ന ഒരു ദൃശ്യമായിട്ട് നമുക്ക് പ്രൊമോയ്ക്ക് അവസാനം കാണുവാൻ സാധിക്കുന്നത്. കഥ എങ്ങനെയൊക്കെ തീരും പ്രേക്ഷകരെ, നമ്മുടെ പ്രതീക്ഷനെ തിരികെ കൊണ്ടുവരാൻ നമ്മുടെ സുമിത്രയ്ക്കാകുമോ, അല്ലെങ്കിൽ പ്രതീക്ഷനെ കൊണ്ട് പകരം വീട്ടിച്ച് സുമിത്രയെ ഇല്ലാതാക്കാനായിരിക്കുമോ രഞ്ജിതയുടെ ലക്ഷ്യം? അത് തന്നെയാണ് ലക്ഷ്യം, അത് നടക്കുമോ? അതാണ് നമുക്ക് അറിയേണ്ടത്. പിന്നെ നമ്മുടെ സ്വരമോളുടെ കാര്യം, അത് നമ്മുടെ പ്രതീക്ഷ എന്താക്കി തീർക്കും, അത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.